അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ അടുത്ത വീഡിയോക്ക് വേണ്ടി നമ്മൾ കുളിക്കാൻ വേണ്ടി വീട്ടിൽ പോവാണ് കേട്ടോ. കുളിച്ചതാണ് ആക്ച്വലി രാവിലെ, പക്ഷെ ഒന്നുകൂടി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നപ്പോൾ ഇനിയിപ്പോൾ പണക്കൊന്നും ഉണ്ടാവില്ല, ഇനി ഇവിടെ വെറുതെ ഇരിക്കലാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി കുളിക്കാം, നേരെ കുളിച്ചിട്ട് വരാം. ബാക്കി വിശേഷങ്ങൾ രാത്രിക്കത്തെ നമ്മുടെ കഫേയിലെ വിശേഷങ്ങളായിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളിയും, സപ്പോർട്ട് ചെയ്ത് കട്ടൊക്കെ കൂടെ നിൽക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണട്ടെ, അപ്പം വരാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അങ്ങനെ രാവിലത്തെ വർക്ക് കഴിഞ്ഞ് ഇപ്പോൾ സമയം 12, 1 മണിയോടെ അടുത്തേക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങണത്, നല്ല ചൂടാണ് പുറത്ത്. അപ്പോൾ വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് തിരിഞ്ഞ് കിട്ടാൻ നല്ല പാടാണിത്. ഭയങ്കര തിരക്കുള്ള ഒരു റോഡാണിത്, ഹൈവേ. കൊളപ്പുള്ളി പാലക്കാട് SH ആണിത്. മറ്റേ മലേഷ്യൻ കമ്പനിയൊക്കെ നിർമ്മിച്ച് എത്രയോ വർഷമായിട്ട് റോഡ് നിർമ്മിച്ചിട്ട് ഇതുവരെ ഒരു കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനം. അപ്പം എന്നാൽ ശരി, ഞാൻ വേഗം കുളിച്ചിട്ട് വരാൻ. ഭക്ഷണം കഴിച്ചു, നമ്മളിനി ഷോപ്പിലേക്ക് പോകണം. കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് നമ്മൾ നേരെ ഷോപ്പിലേക്ക് പോകും. വൈകുന്നേരത്തെ വിശേഷങ്ങളും വൈകുന്നേരത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഉറങ്ങി വെച്ചിട്ട് കാണാം കേട്ടോ. കേസ് അപ്പം നമ്മൾ വൈകുന്നേരമായിട്ട് 4:45 ഞങ്ങൾ ഇവിടുന്ന് ഉറക്കത്തിൽ പെട്ടുപോയി. ഈ നേരെ നമ്മൾ ഷോപ്പിലേക്കാണ് പോകണത്. ഈ നേരെ കാണുന്നത് തന്നെയാണ് നമ്മുടെ ഷോപ്പ്. അവിടെ എത്തട്ടെ ബാക്കി വിശേഷങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കാൻ നമുക്ക്. ഇത് പോകുന്ന വഴിയാണ് കേട്ടോ, ഇത് പാലക്കാടേക്ക് പോകുന്ന വഴിയാണ്. കുളപ്പള്ളിയിൽ നിന്ന് പാലക്കാട് പോകുന്നത് ഈ റോഡാണ്. ഈ റോഡിൽ നിന്ന് നേരെ അതോ കാണുന്ന റെഡ് കളർ ബോർഡ് നമുക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല, എനിക്ക് കാണുന്നുണ്ട്, ക്യാമറയിൽ കാണുമെന്ന് അറിയില്ല. അവിടെയാണ് നമ്മുടെ ഷോപ്പ്. പിന്നെ കഫേ. ഈ സൈഡിൽ കൂടെ ഒക്കെ ഹാർഡ്വെയർസ്, അതുപോലെ തന്നെ ഇവിടെ ഐസ്ക്രീം സ്പോട്ട് ഉണ്ട്, യമഹയുടെ ഷോറൂം ഉണ്ട്, തൊട്ടപ്പുറത്ത് തലശ്ശേരി ഉണ്ട്. അതിന് അപ്പുറത്താണ് നമ്മുടെ ഷോപ്പായിട്ട് വരുന്നത്. ഇതേ കാണുന്നത് പിന്നെ കഫേ കണ്ടല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ വണ്ടി എത്തട്ടെ, അപ്പോൾ കാണിച്ചു തരാം. കടയിൽ അങ്ങനെ എത്തിയപ്പോൾ നല്ല ചൂട് ചായ പറഞ്ഞു കേട്ടോ. നല്ല അടിപൊളി ചായ ഇട്ടൊക്കെയായിരുന്നു നമ്മുടെ ചേട്ടൻ. നമ്മുടെ ചായയും അതിൻ്റെ കൂടെ നമുക്ക് കടിക്കാൻ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എടുത്തത് സമൂസ ആയിരുന്നു ഗൈസ്. ഞാൻ തന്നെ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ സമൂസ. ക്രിസ്പി ആയിരുന്നു, സൗണ്ട് ഉണ്ട്, സൗണ്ട് വോയിസ് ഓവർ കൊടുക്കുന്നുണ്ട് കേൾക്കായിട്ടാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ചായയും സമൂസയൊക്കെ കഴിച്ചു. പിന്നെ ഇനിയിപ്പോൾ ഇന്നിപ്പോൾ സിദ്ധിക്ക് ലീവാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇനി 12 മണിയൊക്കെ ഗൈസ്. അപ്പോൾ ഇന്ന് സിദ്ധിക്ക് ലീവാണ്. ഇന്നിപ്പോൾ ആളുകളൊക്കെ തിരക്ക് വരേണ്ട സമയമാവുന്നേ ഉള്ളൂ. തിരക്ക് എപ്പോഴും വരുന്നത് വെച്ചാൽ ഇവരൊക്കെ പോകും, മറ്റേ ചായക്കാർ എല്ലാവരും പോയതിന് ശേഷം കാണാൻ ആളുകളൊക്കെ വരുന്നത്. അത് ഇവിടെയുള്ള ഞങ്ങൾ രണ്ടാഴ്ച അടുക്കിടന്ന് വരകും. അപ്പം ഇതാണ് ഇന്നത്തെ നൈറ്റത്തെ വിശേഷങ്ങൾ. ഇനി പൊറാട്ട കല്ലിൻ്റെ അടുത്ത് പോയിട്ടില്ല. പൊറാട്ട കല്ലിൻ്റെ അവിടുത്തെ സെക്കൻഡ് പണിയാണ്, പുറത്തെ ലൈറ്റ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ രാത്രിക്കത്തെ ഒരു വ്യൂസ് ഇട്ട കാണുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോസിന് സപ്പോർട്ട് ചെയ്ത് തരാം. ഇതുവഴി പോകുന്നതിനുണ്ടെങ്കിൽ വീണ്ടും മറക്കാതെ കയറാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് എങ്ങനെ പോവാം. പ്രീമിയർ കസ്റ്റമർ ഇസ് കമ്മിങ്. യൂട്യൂബിലോടും ഇടും. കസ്റ്റമർ വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് ചെല്ലുന്നത്. ഞാൻ മൊബൈലിൽ ഇങ്ങനെ വെച്ചപ്പോൾ ഒരാൾ ചോദിച്ചു ഇത് വീഡിയോ എടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു. പിന്നെ ഞാനതങ്ങനെ ഒഴിവാക്കി. അപ്പോൾ കസ്റ്റമർക്ക് വേണ്ടി ദോശ ഉണ്ടാക്കണമെന്ന് കാണിക്കാൻ വെച്ച്. പിന്നെ നമ്മുടെ കടൻ്റെ ഉള്ളിൽ നിന്നുള്ളത് വന്ന പാടെടുത്ത വീഡിയോ ആണ്. ഇത് ഇടയിലാണ് കയറി വന്നത് ഗൈസ്. അത് വീഡിയോ കടൻ്റെ ഉള്ളിൽ നിന്ന് ലൈറ്റൊക്കെ ഇട്ടതിൻ്റെ ഒരു പുറത്തേക്കുള്ള ഒരു വ്യൂസാണ് വൈകുന്നേരത്തുള്ളത്. നല്ല ആംബിയൻസാണ് ഗൈസ്. ഇതുവഴി പോകുന്നവരൊക്കെ വീണ്ടും വരിക എന്ന് വൺസ് അഗെയിൻ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സെറ്റായി വെറ്റ ടൈം. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേനൊക്കെ ആൾക്കാരെന്തായാലും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം കാണിക്കാൻ അവർക്കൊരു വിഷമാവും. ഞങ്ങളുടെ ലൈറ്റ് ഫാൻസി ലൈറ്റൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട് എൻ്റെ ഷോട്ടൊക്കെ ഉണ്ടെന്ന് പറയണേ. അടിപൊളിയല്ലേ ഈ ഷോട്ട്? എന്തെങ്കിലും പറയണം ഗൈസ്. അപ്പോൾ ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് എന്തൊക്കെ പറയാം എവിടെയൊക്കെ പറയാമെന്നൊരു ഐഡിയ കിട്ടുന്നില്ല. കണ്ടുവരിങ്ങൾ എന്തായാലും.
അങ്ങനെ സമയം ഒരു 8 മണിയാകുമ്പോഴത്തേനൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകുന്നവരുടെ അങ്ങനെ എടുക്കാനേ ബാക്കിൽ നിന്ന് എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ, വേറെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം എടുത്തു, ദോശ, ചമ്മന്തി, ചിക്കൻ കറി. ദോശ ചുട്ട് വെച്ചിട്ട് കുറച്ച് ലേറ്റായി കഴിക്കാം, കാരണം എൻ്റെ കസ്റ്റമർ വന്നു, ചൂടൊക്കെ പോയി, എന്തായാലും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡാണ് കേസ് നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നത്. ഇതുവഴി പോകുന്നവരൊക്കെ വീണ്ടും വരണേ, വീണ്ടും വീണ്ടും പറയണേ. അപ്പോൾ അത് കഴിച്ചിട്ട് പ്ലേറ്റ് കാലിയാക്കട്ടെ, ഇപ്പം കാലിയാക്കി തരാം ഗെയ്സ്. അപ്പം നമ്മളങ്ങനെ പ്ലേറ്റൊക്കെ കാലിയാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ നമ്മൾ കസ്റ്റമറിന് അധികം ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. കസ്റ്റമറിനെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കധികം ചെയ്യാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ടോണമെന്നല്ലോ. പിന്നെ ഞങ്ങൾ മിൽക്ക് മിസ്റ്റിൻ്റെ ഐസ്ക്രീമിൻ്റെ ഫ്രീസറാണെങ്കിൽ എന്തെങ്കിലും കിവിയും മിൽക്ക് മിസ്റ്റും ബ്ലെൻഡായിട്ട് നമുക്ക് തരാറ്, നല്ല സാധനം. ഇപ്പോൾ കാലിയാക്കണം, ഇന്നിപ്പോൾ നാളെ ഓർഡർ വരുള്ളൂ. അപ്പോൾ ഐസ്ക്രീം ഉണ്ട്, ഷെയ്ക്ക് ഉണ്ട്, അതുപോലെ എല്ലാവിധ ഐറ്റംസുകളും നമ്മുടെ ഷോപ്പിലുണ്ട് കേട്ടോ. നമ്മുടെ ഷോപ്പിൻ്റെ ഒരു നൈറ്റ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. 10:30 അടുക്കാണ്, വീണ്ടും സാധനങ്ങളൊക്കെ തിരിച്ചുള്ളിലേക്ക് തന്നെ കയറാൻ തുടങ്ങി. ഇനി ക്ലോസിങ് ടൈമിലേക്ക് നമ്മൾ ഒരു 1.5 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞാൽ ക്ലോസിംഗ് ആണ് ടൈം. അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഇത്ര നമുക്ക് ഇന്നത്തെ തന്നെ കാണിക്കാൻ, പ്രിപ്പറേഷൻ അധികം കാണിക്കാൻ പറ്റിയില്ല, ഇന്ന് സിദ്ധിക്ക് ലീവായതുകൊണ്ട് ഉണ്ടാക്കുന്നതൊന്നും അധികം എടുക്കാനൊന്നും പറ്റിയില്ല ഗൈസ്. അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ ഡെയിലി വ്ളോഗ് പോലെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. നെസ്കഫയിൽ നിന്നാണ് സമയം 12 മണിക്ക് നമ്മൾ ക്ലോസ് ചെയ്യും, എന്തായാലും 12 മണിക്ക് ക്ലോസ് ചെയ്യും ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോസുമായി വീണ്ടും കണ്ടുമുട്ടും വരെ, അതുവരേക്കും ബൈ. സപ്പോർട്ട് ചെയ്യണേ, ടാറ്റാ.